ഹായ് ഓൾ. ഇപ്പോൾ 4ാം ക്ലാസ്സിലെ പാർട്ട് 2 EVS 5th ചാപ്റ്ററാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെ പേരാണ് എറൗണ്ട് അസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. എറൗണ്ട് അസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വസ്തുക്കളുണ്ട്. ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള വസ്തുക്കളുടെ അവസ്ഥകളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അവസ്ഥ എന്ന് പറയുമ്പം സ്റ്റേറ്റ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വസ്തുക്കളുടെ അവസ്ഥകളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ, അതായത് ദ്രവ്യത്തിൻ്റെ അവസ്ഥകളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ് ഉള്ളത്. 3 മെയിനായിട്ടുള്ളത്. ഒന്ന് സോളിഡ്, അടുത്തത് ലിക്വിഡ്, അടുത്തതാണ് ഏത് ഗ്യാസ്. ഗരം, സോളിഡ് എന്ന് പറഞ്ഞാൽ ഗരം, ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ദ്രാവകം, ഗ്യാസ് എന്ന് പറഞ്ഞാൽ വാതകം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് നമുക്ക് 2 ഫ്രണ്ട്സിനെ കാണാം. അനു അതുപോലെ തന്നെ നാലിനാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അനുവിനെയും അതുപോലെ തന്നെ നാലിനെയാണ്. അപ്പോൾ അനു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചിത്രകാരിയാണ്. അപ്പോൾ നാലിൻ പോയിട്ട് അനുവിനോട് പറയുകയാണെന്ത്, എനിക്ക് കുറച്ച് സാധനങ്ങളുടെ ചിത്രം വരച്ചു തരണമെന്ന്. എന്നിട്ട് നാലിന് എന്തൊക്കെ സാധനത്തിൻ്റെ പേരാണ് പറയുന്നത്? ഒന്നാണ് സ്റ്റോണ്, അടുത്തത് ചോക്ലേറ്റ്, അടുത്തത് കോക്കനട്ട് ഓയിൽ, അടുത്തത് ഹണി, പിന്നെ ചെയർ, അതുപോലെ തന്നെ വാട്ടർ. അപ്പോൾ അനുവിൻ്റെ കൂടെ നിങ്ങളും വരയ്ക്കുക. ഇതിൻ്റെയൊക്കെ പിക്ചർ നിങ്ങളും വരയ്ക്കുക. സ്റ്റോണിൻ്റെ പിക്ചർ വരയ്ക്കുക, അതുപോലെ തന്നെ ചോക്ലേറ്റും ചെയറും കോക്കനട്ട് ഓയിലും ഹണിയും വാട്ടറും ഒക്കെ വരയ്ക്കാം. ഇപ്പോൾ അനു വരച്ചു കഴിഞ്ഞപ്പോൾ അനുവിന് എന്തൊക്കെ വരയ്ക്കാൻ പറ്റുന്നില്ല? കോക്കനട്ട് ഓയിലും ഹണിയും വാട്ടറും അനുവിന് വരയ്ക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കത് പറ്റുന്നുണ്ടോ എന്ന് പറയാം. അനുവിന് എന്തായാലും പറ്റുന്നില്ല. ഇനി നിങ്ങളോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഏതൊക്കെയാണ് വരയ്ക്കാൻ പറ്റിയത് എന്നാണ് ആദ്യം ചോദിക്കുന്നത്. ഏതൊക്കെയാണ് വരയ്ക്കാൻ പറ്റിയത്? നിങ്ങൾക്ക് സ്റ്റോൺ വരയ്ക്കാൻ പറ്റി, ചോക്ലേറ്റ് വരയ്ക്കാൻ പറ്റി, അതുപോലെ തന്നെ ചെയറും വരയ്ക്കാൻ പറ്റി അല്ലേ? ഇനി ഏതൊക്കെയാണ് നിങ്ങൾക്ക് പറ്റാത്തത്? ഹണി വരയ്ക്കാൻ പറ്റിയോ? ഇല്ല. വാട്ടർ വരയ്ക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലും വരയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇനി ചോദിക്കുകയാണ്, വൈ വെർ യു ഏബിൾ ടു ഡ്രോ ദി ഒബ്ജക്റ്റ് ഇൻ ദി ഫസ്റ്റ് സെറ്റ്. ഫസ്റ്റ് സെറ്റിലുള്ള ഒബ്ജക്റ്റ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വരയ്ക്കാൻ പറ്റിയത് എന്നാണ് ചോദിക്കുന്നത്. കാരണം എന്താ? അത് സ്റ്റോണും ചോക്ലേറ്റും അതുപോലെ തന്നെ ചെയറും ആണ്. ഈ 3 സാധനത്തിനും എന്തുണ്ട്? ഒരു കറക്റ്റ് ഷേപ്പ് ഉണ്ട്, ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് സ്റ്റോണും ചോക്ലേറ്റും ചെയറും വരയ്ക്കാൻ പറ്റിയത്. ഇനി അടുത്തത്, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റ് അറൗണ്ട് us. നമ്മുടെ ചുറ്റും ഡിഫറെൻറ്റ് വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളുണ്ട് അല്ലേ? ഡു ആൾ ഓഫ് ദം അപ്പിയർ ടു ബി സെയിം ഷേപ്പ്. ഇതെല്ലാം സെയിം ഷേപ്പിലാണോ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അല്ല, ഓരോ വസ്തുവിനും ഓരോ ഷേപ്പ് ഉണ്ട്, ഓരോ ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. പക്ഷേ നമുക്ക് എന്തുകൊണ്ടാണ് ആ സെക്കൻഡ് സെറ്റിലുള്ളത് വരയ്ക്കാൻ പറ്റാത്തത്? ഓയിലും വാട്ടറും അതുപോലെ തന്നെ ഹണിയും. കാരണം എന്താ? അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. പക്ഷേ ചെയർ ആണെങ്കിലും സ്റ്റോൺ ആണെങ്കിലും ചോക്ലേറ്റ് ആണെങ്കിലും ഒക്കെ അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അനുവിനും വരയ്ക്കാൻ പറ്റി, നമുക്കും വരയ്ക്കാൻ പറ്റി. അപ്പോൾ ഇവിടെ പറയുകയാണ് എന്താണ് സോളിഡ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്. ഖരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കണം, മറന്നു പോകരുത്. ഖരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്ട്സ് ഹാവിംഗ് ഡെഫിനിറ്റ് ഷേപ്പ് ആർ കോൾഡ് സോളിഡ്സ്. ഒബ്ജക്ട്സ് ഹാവിംഗ് ഡെഫിനിറ്റ് ഷേപ്പ് ആർ കോൾഡ് സോളിഡ്സ്. ഒരു ഡെഫിനിറ്റ് ഷേപ്പുള്ള വസ്തുക്കളെയാണ് നമ്മൾ ഖരം എന്ന് വിളിക്കുന്നത്. ഒബ്ജക്ട്സ് ഹാവിംഗ് ഡെഫിനിറ്റ് ഷേപ്പ് ആർ കോൾഡ് സോളിഡ്സ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്താണ് ഈ ഡെഫിനിറ്റ് ഷേപ്പ് എന്ന്? ഡെഫിനിറ്റ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ നിശ്ചിത രൂപം എന്നാണ് ഡെഫിനിറ്റ് ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിശ്ചിത രൂപമുള്ള വസ്തുക്കളെയാണ് നമ്മൾ സോളിഡ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് വെയിറ്റ്. ട്രൈ ടു ലിഫ്റ്റ് എ സ്മോൾ ബ്രിക്ക് ആൻഡ് ലാർജ് ബ്രിക്ക്. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ചെറിയ കല്ലും അതുപോലെ തന്നെ വലിയ കല്ലും എടുത്തിട്ട് പൊക്കുക. അങ്ങനെ പൊക്കി നോക്കുമ്പോൾ വിച്ച് ബ്രിക്ക് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു ലിഫ്റ്റ്. ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടായി തോന്നുന്നത് പൊക്കാൻ? എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ചെറിയ കല്ലും വലിയ കല്ലും എടുത്താൽ ഏത് കല്ല് പൊക്കാനാണ് ബുദ്ധിമുട്ട്? വലിയ കല്ല് പൊക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? അതിൻ്റെ വെയിറ്റ് കൂടുതലാണ്. ഡു ആൾ ഒബ്ജക്റ്റ് ഹാവ് സെയിം വെയിറ്റ്. എല്ലാ സാധനങ്ങൾക്കും, ഇപ്പം നിങ്ങളെ ചുറ്റുള്ള എല്ലാ സാധനങ്ങൾക്കും ഒരേ വെയിറ്റ് ആണോ? ഒരു പിന്നിൻ്റെ വെയിറ്റ് ആണോ? ഒരു മിഠായിൻ്റെ വെയിറ്റ് ആണോ? ഒരു ടേബിളിന്? അല്ല. അപ്പോൾ എല്ലാ ഒബ്ജക്റ്റിനും ഒരേ വെയിറ്റ് അല്ല. മെഷർ ദി വെയിറ്റ് ഓഫ് ഡിഫറെൻറ്റ് സോളിഡ് മെറ്റീരിയൽസ് യൂസിങ് എ സ്പ്രിംഗ് ബാലൻസ് അവൈലബിൾ ഇൻ യുവർ സ്കൂൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സ്കൂളിൽ പോയിട്ട് ടീച്ചറോട് പറഞ്ഞിട്ട് സ്പ്രിംഗ് ബാലൻസ് എടുക്കുക. എന്നിട്ട് ഓരോന്നിൻ്റെയും വെയിറ്റ്, നിങ്ങളുടെ ലാബിലുള്ള ഓരോ സാധനങ്ങളുടെയും വെയിറ്റ് നോക്കുക. അപ്പോൾ ഓരോ സാധനങ്ങൾക്കും എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടാണ് വെയിറ്റ് ഉണ്ടാവുക അല്ലേ? അതെ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സോളിഡിന് എന്തുണ്ട്? വെയിറ്റും ഉണ്ട്. ഷേപ്പ് മാത്രമല്ല, വെയിറ്റും ഉണ്ട്. ഓരോ സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനും ഓരോ വെയിറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഓരോ സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനും ഡെഫിനിറ്റ് ഷേപ്പും ഉണ്ട്. ഇപ്പോൾ സോളിഡിൻ്റെ 2 പ്രോപ്പർട്ടി പറഞ്ഞു. ഒന്നെന്താണ് പറഞ്ഞത്? സോളിഡിന് എന്തുണ്ട്? ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. അടുത്തത് പറഞ്ഞത് സോളിഡിന് വെയിറ്റും ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് ആക്കിയിട്ട് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് എന്താ പറയുന്നത്? എ പ്ലേസ് ടു ഒക്യുപ്പൈ. ടേക്ക് എ ഗ്ലാസ് ടംബ്ലർ ഫിൽഡ് വിത്ത് വാട്ടർ. നിങ്ങളോട് പറയാണ് ഒരു ഗ്ലാസ് ജാർ എടുക്കുക, എന്നിട്ട് അതിലെന്ത് ചെയ്യുക? കുറച്ച് വെള്ളം ഒഴിക്കുക. ടൈ എ സ്റ്റോൺ വിത്ത് എ സ്ട്രിങ് ആൻഡ് സ്ലോലി ഇമ്മേഴ്സ് ഇറ്റ് ഇൻ ടു ദി വാട്ടർ. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു കല്ല് ഒരു നൂലിൽ കെട്ടിയിട്ട് ആ വാട്ടറിലേക്ക് മെല്ലെ താഴ്ത്തുക. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക? ആ കല്ല് പാത്രത്തിലേക്ക് ആ ഗ്ലാസ്സിലേക്ക് താഴ്ത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? വെള്ളം പുറത്തേക്ക് പോകും അല്ലേ? വെള്ളം പുറത്തേക്ക് പോകും. ആ സ്റ്റോൺ അതിലേക്ക് വെള്ളത്തിൽ മുങ്ങി നിൽക്കും. പക്ഷേ വെള്ളം എന്ത് ചെയ്യും? കുറച്ച് വെള്ളം പുറത്തേക്ക് പോകും. വാട്ട് മൈറ്റ് ബി ദി റീസൺ? എന്താണ് അതിന് കാരണം എന്നാണ് ചോദിക്കുന്നത്. എന്താ കാരണം? സ്റ്റോണിന് വെള്ളത്തിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റോണിന് അവിടെ കുറച്ച് സ്ഥലം വേണം. അപ്പോൾ വെള്ളത്തിന് അപ്പോൾ ആ സ്ഥലം സ്റ്റോൺ എടുക്കുന്ന സമയത്ത് വെള്ളം എന്തെയും പുറത്തേക്ക് പോകും. കാരണം എന്താ? സ്റ്റോണിന് അവിടെ നിൽക്കാൻ എന്ത് വേണം? കുറച്ച് സ്ഥലം വേണം. അപ്പോൾ വെള്ളത്തിൽ കുറച്ച് സ്ഥലം സ്റ്റോൺ കയ്യേറി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം എന്ത് ചെയ്യേണ്ടി വരും? പുറത്തേക്ക് പോയി കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും? സ്റ്റോണ് കുറച്ച് സ്ഥലം കയ്യേറി കഴിഞ്ഞപ്പോൾ വെള്ളം എന്ത് ചെയ്തു? പുറത്തേക്ക്
പോയി. ഇനി അടുത്തത് ട്രൈ അഗെയിൻ ബൈ ഇമ്മേഴ്സിങ് എ ലാർജർ സ്റ്റോൺ ഇൻ ടു ദി വാട്ടർ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വലിയ കല്ലെടുത്തിട്ട് അതേ വെള്ളത്തിലേക്ക് താഴ്ത്തുക. വാട്ട് ഡിഫറൻസ് ഡു യു ഒബ്സർവ്? വലിയ കല്ല് താഴ്ത്തുന്ന സമയത്ത് കുറേ വെള്ളം പുറത്തേക്ക് പോകും, ചെറിയ കല്ലാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമേ പുറത്തേക്ക് പോവുള്ളൂ അല്ലേ? അതെ. എന്താണ് ഇതിന് കാരണം? ചെറിയ കല്ലാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പേസ് മതി അവിടെ നിൽക്കാൻ, കുറച്ച് സ്ഥലം മതി അവിടെ നിൽക്കാൻ. വലിയ കല്ലാണെന്നുണ്ടെങ്കിലോ കുറേ സ്ഥലം വേണം നിൽക്കാൻ. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു സൈക്കിളും ഉണ്ട്, അതുപോലെ തന്നെ ഒരു കാറുണ്ട്. സൈക്കിൾ നിർത്തിയിടാൻ കുറച്ച് സ്ഥലം മതി, അതുപോലെ തന്നെ കാറ് നിർത്തിയിടാൻ കുറേ സ്ഥലം വേണം. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്ന സോളിഡിൻ്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് സോളിഡ് റിക്വയർ സ്പേസ് ടു ഓക്യുപ്പൈ. സോളിഡിന് എന്ത് വേണം? സോളിഡിന് നിൽക്കാൻ എന്ത് വേണം? ഒരു സ്ഥലം വേണം. ലാർജർ സോളിഡ് റിക്വയർ മോർ സ്പേസ് ടു ഓക്യുപ്പൈ. സോളിഡ് വലുതാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിന് കുറേ സ്ഥലം വേണം എന്നാണ് പറയുന്നത്. അപ്പം സോളിഡിൻ്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയും പറഞ്ഞു. ഫസ്റ്റിലത്തെ എന്താണ്? ഡെഫിനിറ്റ് ഷേപ്പ് വേണം, രണ്ടാമത്തത് വെയിറ്റ് വേണം, മൂന്നാമത്തത് സ്പേസ് വേണം. മനസ്സിലായോ? സോളിഡ് റിക്വയർ സ്പേസ് ടു ഒക്യുപ്പൈ. ഇനി വലിയ സോളിഡ് ആണെന്നുണ്ടെങ്കിൽ, വലിയ സോളിഡിന് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു കാറ് നിർത്തിയിടാൻ കുറേ സ്ഥലം വേണം. കാർ എന്ന് പറയുമ്പോൾ സോളിഡ് അല്ലേ? കാരണം എന്താ? അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, അതുപോലെ തന്നെ വെയിറ്റ് ഉണ്ട്, പിന്നെ അത് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? സ്പേസ് വേണം. അപ്പോൾ വലിയ കാറാണെന്നുണ്ടെങ്കിൽ കുറേ സ്പേസ് വേണം, ചെറിയ കാറാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പേസ് മതി. ഇനി അടുത്തത് റൈറ്റ് ഡൗൺ ദി ജനറൽ പ്രോപ്പർട്ടി ഓഫ് സോളിഡ് മെറ്റീരിയൽ ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സയൻസ് ഡയറിയിൽ സോളിഡിൻ്റെ ജനറൽ പ്രോപ്പർട്ടി എഴുതുക. എന്തൊക്കെ എഴുതുക? ഇവിടെ ഫസ്റ്റ് തന്നത് എന്താ? ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. എന്തുണ്ട്? ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട് എന്ന് തന്നു. ഇനി നിങ്ങൾക്ക് എന്ത് പറയാം? എന്ത് പറയാം? സോളിഡ് ഹാവ് ഡെഫിനിറ്റ് വോളിയം ആൻഡ് സോളിഡ് ഹാവ് വെയിറ്റ്. ഇത്രയും പ്രോപ്പർട്ടീസ് നമുക്ക് പറയാം. ഫസ്റ്റ് എന്താ പറയുക? സോളിഡ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, സെക്കൻഡ് സോളിഡ് ഹാവ് വെയിറ്റ്, തേർഡ് സോളിഡ് ഹാവ് ഡെഫിനിറ്റ് വോളിയം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാം. ഇനി ഇവിടെ നിങ്ങൾക്ക് ഓരോ പോയിൻ്റായിട്ട് തന്നിരിക്കുകയാണ് എന്താണ് സോളിഡ് എന്നുള്ളത്. സോളിഡ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ്. സോളിഡിന് എന്തുണ്ട്? ഒരു ഡെഫിനിറ്റ് ഷേപ്പും ഉണ്ട്, അതുപോലെ തന്നെ സൈസും ഉണ്ട്. ദേ ഡു നോട്ട് ഫ്ലോ. ഇതെന്ത് ചെയ്യൂല? ഫ്ലോ ചെയ്യൂല. അതുപോലെ തന്നെ ദേ ഹാവ് വെയിറ്റ്. അതിനെന്തുണ്ട്? വെയിറ്റ് ഉണ്ട്. സോളിഡ് ഒക്യുപ്പൈ സ്പേസ്. സോളിഡിന് എന്ത് വേണം? സ്പേസ് വേണം. എക്സാമ്പിളാണ് എന്ത്? സ്റ്റോണ്, ബ്രിക്ക്, ചെയർ, ചോക്ലേറ്റ്, കാറ്, പെൻസില്, പെന്ന്, ഷാർപ്നർ, ഇതൊക്കെ എന്താണ്? സോളിഡാണ്.